ഹായ്. അപ്പോ നമ്മൾ ആൾറെഡി അനാക്കോണ്ട ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്തു മുന്നത്തെ ഒരു വീഡിയോയിൽ. അതുപോലെ തന്നെ VS Codeന്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്തു. സോ നെക്സ്റ്റ് നമുക്ക് VS Codeന്റെ കോൺഫിഗറേഷൻ പ്രൊസീഡ് ചെയ്യാം. സോ ബേസിക്കലി നമ്മളിവിടെ മെഷീൻ ലേണിംഗ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്തതുകൊണ്ട് ജസ്റ്റ് അത് ഓറിയന്റഡ് ആയിട്ടുള്ള കോൺഫിഗറേഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ജസ്റ്റ് നമ്മളൊരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ജസ്റ്റ് നമുക്കൊരു പൈത്തൺ ഫയലോ എല്ലാം ക്രിയേറ്റ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് VS Code ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യണം. അതിന് മുമ്പേ നമുക്ക് തന്നെ ഇൻസ്റ്റാൾ ചെയ്ത കോണ്ട ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. കോണ്ട ഇവിടെ ഉണ്ട്. ജസ്റ്റ് കോണ്ട അനാക്കോണ്ട സെർച്ച് ചെയ്താൽ തന്നെ അവൈലബിൾ ആയിരിക്കും. ജസ്റ്റ് സെർച്ച് ചെയ്തതിൽ തന്നെ ആൾറെഡി VS Code അവൈലബിൾ ആണ്. ബട്ട് നമ്മൾ ഡെഡിക്കേറ്റഡ് ഉള്ള ഇൻസ്റ്റാൾ ചെയ്ത് തന്നെ പ്രൊസീഡ് ചെയ്യാണ്. സോ ഹിയർ പൈച്ചാം ഉണ്ടാവും. പൈച്ചാം, ജുപിറ്റർ ലാബ്, ജുപിറ്റർ നോട്ട്ബുക്ക് എല്ലാം ഇവിടെ തന്നെ അവൈലബിൾ ആണ്. ബട്ട് ലെറ്റ്സ് ആൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത VS Code നമുക്ക് അല്ലാണ്ട് ഓപ്പൺ ചെയ്ത് പ്രൊസീഡ് ചെയ്യാം. സോ ജസ്റ്റ് ഞാൻ VS Code അനാക്കോണ്ട കാണിച്ചതേ ഉള്ളൂ. VS Codeലേക്ക് പോകാൻ VS Code 2 രീതി ഓപ്പൺ ചെയ്യാം. എയ്തർ ഇവിടെ ജസ്റ്റ് VS Code സെർച്ച് ചെയ്ത് ഇവിടെ വരും. അതർവൈസ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡെസ്റ്റിനേറ്റഡ് ഫോൾഡറിലേക്കാണ് എല്ലാം പോകേണ്ടത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാനിപ്പോൾ ആൾറെഡി ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് VS Code. ഇവിടെ CMD ക്ലിക്ക് ചെയ്ത് എൻ്റർ അടിച്ചാൽ ആ പാത്തിലേക്ക് സെക്കൻഡറി സ്ക്രീനിലാണ് വന്നത്. 1 മിനിറ്റ്. ഓക്കെ, ഈ വിൻഡോയിലേക്ക് ആ നമ്മൾ ഡെസ്റ്റിനേറ്റ് ചെയ്ത പാത്താണോ ആ പാത്തിലേക്ക് പാത്ത് മെൻഷൻ ചെയ്ത് CMD ഓപ്പൺ ആകും. CMD ഓപ്പൺ ആയി കഴിഞ്ഞാൽ അവിടെ കോഡ് സ്പേസ് ഡോട്ട് ക്ലിക്ക് ചെയ്താൽ ഡോട്ട് എൻ്റർ ചെയ്ത് എൻ്റർ കൊടുത്താൽ അവിടെ VS Code ഓപ്പൺ ആവുന്നതായിരിക്കും. VS Code ഇവിടെ ഇപ്പോൾ നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. സോ ദിസ് ഈസ് ബേസിക്കലി വാട്ട് വി സീൻ VS Code. ഇനിഷ്യൽ വിൻഡോ ഇതായിരിക്കും. ഇവിടെ നമുക്ക് പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാം, ഫോൾഡർ, അങ്ങനെ സെവറൽ ഓപ്ഷൻസ് കാണിക്കും. നമുക്ക് ഫസ്റ്റ് ഇവിടെ ടെർമിനലിലേക്ക് പോകാം. ഇവിടെ ടെർമിനൽ 2 ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും. പവർ ഷെല്ല് നിങ്ങളിപ്പോൾ ഗിറ്റ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഗിറ്റ് ബാഷ് എല്ലാം ഇവിടെ അവൈലബിൾ ആയിരിക്കും. സോ ഗിറ്റ് ഇപ്പോൾ ആൾറെഡി ഞാൻ ഇൻസ്റ്റാൾഡ് അല്ല, അതുകൊണ്ട് ഇവിടെ കാണിക്കില്ല. സോ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതൊക്കെ ബേസിക്കലി ലിനക്സ് ബേസ്ഡ് ആണ്. സോ നമുക്ക് ഇവിടെ CMD വെച്ചാണ് പ്രൊസീഡ് ചെയ്യുന്നത്. സോ CMD ആൾറെഡി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് CMDയുടെ ആണ്. പവർഷെൽ വേണം, ഇവിടെ പവർഷെല്ലും കിട്ടും, ഇവിടെ PS കാണാൻ പറ്റും. അതർവൈസ് CMD ഓപ്ഷൻ ഉണ്ടാവും. സോ ആ പാത്തിലേക്കാണ് ഇത് പോയിന്റ് ചെയ്യുന്നത്. ആ പാത്തിൽ ആ ഫോൾഡറിലേക്കാണ് ഇപ്പം നിൽക്കുന്നത്. സോ അതിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യണം. എൻവയോൺമെന്റ് എന്തിനാണെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മളൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആൾവേസ് പ്രിഫർ ടു ചൂസ് ഓർ ക്രിയേറ്റ് എ ഫ്രഷ് എൻവയോൺമെന്റ് ഫോർ ദ പ്രോജക്റ്റ്. ഓക്കെ, ആ പ്രോജക്റ്റിന് വേണ്ടി ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക. അതിന് വേണ്ട ലൈബ്രറീസ് എല്ലാ ഫയൽസും ആ എൻവയോൺമെന്റിൽ തന്നെ കീപ്പ് ചെയ്യാൻ നോക്കുക. സോ ഫ്യൂച്ചർ ഫർദർ എന്തെങ്കിലും ലൈബ്രറീസോ അതിന്റെ വെർഷൻസ് ഓഫ് കോൺഫ്ലിക്റ്റ് വരുന്നത് ഒഴിവാക്കാൻ അതുവഴി സഹായിക്കും. അതാണ് ബേസിക് അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഈ ലൈബ്രറി കോൺഫ്ലിക്ട്സും കാര്യങ്ങളും വേർഷൻ മിസ്മാച്ച് കാര്യങ്ങളും ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ എൻവയോൺമെന്റ് പൊതുവായിട്ട് യൂസ് ചെയ്യുക. സോ നമ്മൾ ആൾറെഡി കോണ്ട ഇൻസ്റ്റാൾ ആണ്. നമ്മൾ ആ വീഡിയോയുടെ തുടക്കം നോക്കിയിട്ടുണ്ടായിരുന്നു. അനാക്കോണ്ട ഇൻസ്റ്റാൾ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ കോണ്ട കമാൻഡ് തന്നെ യൂസ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. സോ ഞാൻ ജസ്റ്റ് അതിന് കമാൻഡ് ഉണ്ട്. കമാൻഡ് ജസ്റ്റ് എൻ്റർ ചെയ്യാം. കോണ്ട ക്രിയേറ്റ് -p എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ഞാനിവിടെ ജസ്റ്റ് VNV എന്ന് കൊടുക്കുന്നു. VNV കൊടുക്കുക. പൈത്തൺ വേർഷൻ ഏതാന്ന് നോക്കുക. ആസ് ഓഫ് നോ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത സമയത്ത് പൈത്തന്റെ 3.14 ആൾറെഡി റിലീസ്ഡ് ആണ്. October 7, 2025 റിലീസ് ആയിട്ടുണ്ട്. പക്ഷേ എനിവേ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് എടുക്കുന്നില്ല. ജസ്റ്റ് 3.12 വെച്ച് തന്നെ പ്രൊസീഡ് ചെയ്താണ്. 3.12 കൊടുക്കുക. എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അത് നെറ്റ്വർക്ക് ബാൻഡ്വിഡ്ത്ത് അനുസരിച്ച് അതിന്റെ ഡൗൺലോഡ് സ്പീഡും ഡിപ്പെൻഡ് ആകും. സോ വൺസ് അത് ഡൗൺലോഡ് ആയതിനപ്പുറം നമുക്ക് ബാക്കി നോക്കാം. സോ ഡൗൺലോഡ് ആവുന്നുണ്ട്, എൻവയോൺമെന്റ് ക്രിയേറ്റ് ആവുന്നുണ്ട്. പൈത്തൺ 3.12 വേർഷൻ വെച്ച് നമുക്കൊരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ആവുകയാണ്. സോ ലെറ്റ്സ് വെയിറ്റ്. ഇവിടെ ബേസിക് പാക്കേജുകളെല്ലാം വന്നിട്ട് ഇവിടെ യെസ് ഓർ നോ വേണമെന്നൊരു പ്രോംപ്റ്റ് വരും. നമുക്ക് ജസ്റ്റ് യെസ് കൊടുക്കുക, എൻ്റർ കൊടുക്കുക, Y കൊടുത്താൽ മതിയാവും. സോ ഇതാണ് ആസ് ഓഫ് നോ ഡിഫാൾട്ട് പാക്കേജിന്റെ കൂടെ ഇൻസ്റ്റാൾ ആവുന്നതെല്ലാം ഇവിടെ കാണാൻ പറ്റും. പിപ്പ് ഉണ്ട്, സെറ്റപ്പ് ഉണ്ട്, ഓപ്പൺ SSL, അങ്ങനെ ബേസിക്കുള്ള കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാൾ ആവും. വൺസ് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ട് അത് കുറച്ച് ഡിലേ ഉണ്ടാവും. ബാക്കി ഇൻസ്റ്റാൾ എൻവയോൺമെന്റ് ക്രിയേറ്റ് ആയി കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം. 1.3.12 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ എൻവയോൺമെന്റിലേക്ക് ഇൻസ്റ്റാൾ ആകാണ്. ഇൻസ്റ്റാൾ ആയി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ വന്നിട്ടുണ്ട് ലൈബ്രറീസ്, കാര്യങ്ങൾ, DLL ഫയൽസ്, മെറ്റാ ഫയൽസ് എല്ലാം ഇവിടെ കാണാൻ പറ്റും. സോ ദിസ് ഈസ് നമ്മളൊരു എൻവയോൺമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. എൻവയോൺമെന്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ വിർച്വൽ എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്.
സോ ആ എൻവയോൺമെന്റ് നമുക്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കത് ആക്ടിവേറ്റ് ചെയ്യണം. ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ തന്നെ കമാൻഡ് വന്നിട്ടുണ്ട് കോണ്ട ആക്ടിവേറ്റ് എന്ന്. അതല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്യുക കോണ്ട ആക്ടിവേറ്റ് vnv ഒരു // എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുക്കുന്ന സമയത്ത് യെസ് കോണ്ട ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. മീൻസ് ആ കോണ്ട നമ്മുടെ ആ എൻവയോൺമെന്റ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. സോ ഇതാണ് ബേസിക്കലി നമ്മുടെ എൻവയോൺമെന്റ് ക്രിയേഷനും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒരു സാമ്പിൾ ഫയൽ ക്രിയേറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു പ്ലസ് ഐക്കൺ ഉണ്ടാവും. ഇത് ജസ്റ്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് സെക്കൻഡ് വൺ. ഫസ്റ്റ് വൺ വന്നിട്ട് ഫയൽ ക്രിയേറ്റ് ആണ്. ഇവിടെ ജസ്റ്റ് നമുക്ക് ഇവിടെയാണ് ക്രിയേറ്റ് ആവുന്നത്. എനിവേ ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഫസ്റ്റ് ഫോൾഡർ ക്ലിക്ക് ചെയ്യുക. മാറിപ്പോയത് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് ജസ്റ്റ് VS കോഡിൽ പ്ലസ് കൊടുക്കുക. അവിടെ ജസ്റ്റ് test.py എന്ന് ഒരു പുതിയ പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. എൻ്റർ ചെയ്യുക. പൈത്തൺ ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് നമുക്കിവിടെ പ്രിന്റ് 1 കൊടുക്കുക. കൺട്രോൾ സേവ് കൊടുക്കുക. ഇത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് പൈത്തൺ സ്പേസ് test.py കൊടുത്താൽ മതിയാവും. പൈത്തൺ സ്പേസ് test.py കൊടുത്താൽ അത് റൺ ആവുന്നതായിരിക്കും. സോ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് 2 എന്ന് പ്രോംപ്റ്റ് ആയി വരുന്നുണ്ട്. സോ ഫൈൻ. സോ പൈത്തൺ ഫൈനായിട്ട് റൺ ആവുന്നുണ്ട്. സോ ജസ്റ്റ് നമുക്ക് അടുത്ത ഏതാണെന്ന് വെച്ചാൽ ജസ്റ്റ് നമുക്ക് ജൂപ്പിറ്റർ നോട്ട്ബുക്ക് വേണം. ജൂപ്പിറ്റർ നോട്ട്ബുക്ക് നമുക്ക് കോണ്ടയിൽ ആൾറെഡി അവൈലബിൾ ആണ്. ബട്ട് നമുക്കത് VS കോഡിൽ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാം. സോ ആ VS കോഡ് ആ ഫോൾഡർ ക്ലിക്ക് ചെയ്യുക. അവിടെ ജസ്റ്റ് അവിടെ test1 ജസ്റ്റ് എന്തെങ്കിലും റാൻഡം പേര് കൊടുക്കുക. .ipynb എന്ന് കൊടുത്താൽ അത് ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ആയി ക്രിയേറ്റ് ആവുക. ബേസിക്കലി സെയിം ആണ്. അവിടെ കോണ്ടയിൽ കിട്ടുന്ന സെയിം ഇന്റർഫേസ് ആണ്. ഇവിടെ ജസ്റ്റ് ഒരു കോഡിങ്ങിന്റെ സെല്ലർ ക്രിയേറ്റ് ചെയ്യുക. അവിടെ പ്രിന്റ് സെയിം കോഡ് ഇവിടെയും കൊടുത്ത് നോക്കാം. 1+1 കൊടുക്കുക. റൺ കൊടുക്കുക. സേവ് കൊടുത്തിട്ട് ഈ സെല്ലിന് സൈഡ് റൺ ഉണ്ടാവും. റൺ കൊടുത്താൽ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിന് മുമ്പ് നമ്മുടെ കേർണൽ സെലക്ട് ചെയ്യുക. നമ്മുടെ പൈത്തൺ സെഷൻ ജൂപ്പിറ്റർ സെഷൻ ഇൻസ്റ്റാൾ ആകുന്നുണ്ട് തോന്നുന്നു. അഥവാ ഇൻസ്റ്റാൾ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡ് ഞാൻ ഇവിടെ താഴെ കൊടുത്തേക്കാം. ഇതിപ്പോൾ നമുക്ക് ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ മോസ്റ്റ്ലി റൺ ആവില്ല. ഇതിങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. സോ വാട്ട് വി ക്യാൻ ഡു ഇസ് ദാറ്റ് നമുക്ക് ഇവിടെ ipy എന്നൊരു ലൈബ്രറി ഉണ്ടാവും. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. എന്നാലേ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് VS കോഡിൽ വർക്ക് ആവുള്ളൂ. സോ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ pip install ipy kernel. ഇത് ആൾറെഡി വന്നിട്ടുണ്ടോ? ഇല്ല, ആൾറെഡി ഇല്ല. സോ വി ഹാവ് ടു ഇൻസ്റ്റാൾ ഇറ്റ്. ഓക്കെ, ഒരു പുതിയ ടെർമിനൽ ഓപ്പൺ ചെയ്യാം. പുതിയ ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് pip install കൊടുക്കുക. pip install ഓക്കെ, ഇവിടെ CMD ആണ് നടക്കുന്നത്. CMDയിലേക്ക് തന്നെ പോവാം. ഇവിടെ തന്നെ കൊടുക്കാം pip install ipy kernel. ipy kernel കൊടുക്കുക. എൻ്റർ കൊടുക്കുക. ലെറ്റ്സ് വെയിറ്റ്. ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ ഗെറ്റ് കംപ്ലീറ്റഡ്. സോ ipy kernel ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ഇത് ഇൻസ്റ്റാൾ ആയി ഈ VS കോഡിൽ നമുക്ക് ജൂപ്പിറ്റർ നോട്ട്ബുക്ക് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് മാൻഡേറ്ററി ആണ്. സോ വി ഹാവ് ടു ഇൻസ്റ്റാൾ ദിസ്. ഓക്കെ, അതൊരു കുറച്ച് സൈസ് ഉണ്ടാവും. നെറ്റ്വർക്ക് ബാൻഡ്വിഡ്ത്തിന്റെ പെർഫോമൻസ് അനുസരിച്ച് വേരി ചെയ്യും സമയം. സോ എനിവേ 5MB പോലെ കുറച്ച് ഫയൽസ് ഡൗൺലോഡ് ആവും. വൺസ് ഡൗൺലോഡ് ആയത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കാം. സോ ഇതിന് വേണ്ടുന്ന റിക്വയർഡ് ലൈബ്രറീസ് ഇങ്ങനെ 1 by 1 ഡൗൺലോഡ് ആയിക്കോളും. ജസ്റ്റ് കമാൻഡ് മാത്രം ജസ്റ്റ് മെൻഷൻ ചെയ്യുക. ലൈക്ക് pip install ipy kernel. അത് കൊടുത്തിട്ടുണ്ടെ തന്നെ നമുക്ക് ഇൻസ്റ്റലേഷൻ അത് ഓട്ടോമാറ്റിക്കലി റൺ ആയിക്കോളും. സോ ജസ്റ്റ് ഇവിടെ നമുക്ക് ഔട്ട്ലൈൻ ജസ്റ്റ് നോക്കാം. അല്ലാണ്ട് മാർക്ക് ഡൗൺ സെല്ല് ക്രിയേറ്റ് ചെയ്യാൻ
അതിനൊരു സെൽ ഉണ്ടാവും. ജസ്റ്റ് എന്തെങ്കിലും സാമ്പിൾ പൈത്തൺ പ്രോജക്റ്റ് സംതിങ് എന്തെങ്കിലും കൊടുക്കുക. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ കാണിക്കുന്നതിന് വേണ്ടിയാണ്. കൺട്രോൾ ഷിഫ്റ്റ് എൻ്റർ കൊടുത്താൽ ആ സെൽ എക്സിക്യൂട്ട് ആയിക്കോളും. സോ ഇവിടെ ആൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല, ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതാണ് ബേസിക്കലി എൻവയോൺമെന്റ് കാര്യമല്ല. നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യാൻ പോകുന്നത് ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ആയിരിക്കും. പൈത്തൺ യൂസ് ചെയ്യാം, പക്ഷേ പൈത്തണിൽ നമുക്ക് ഇവിടെ ലൈബ്രറീസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് എക്സ്പ്ലിസിറ്റ് ആയിട്ട് കൊടുത്താൽ അത് നമുക്ക് മാനേജ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ അതാണ് ജൂപ്പിറ്റർ നോട്ട്ബുക്ക്. അതുപോലെ തന്നെ വേറൊരു കാര്യം, ലൈക്ക് നിങ്ങൾക്ക് സപ്പോസ് ഇപ്പോൾ നിങ്ങൾക്ക് സൈക്കിൾ ലേൺ അങ്ങനെയുള്ള ലൈബ്രറീസ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് റിക്വയർമെന്റ് ഡോട്ട് ടെക്സ്റ്റ് എന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത് എപ്പോഴും ബെറ്റർ ആയിരിക്കും. റിക്വയർമെന്റ് ഡോട്ട് ടെക്സ്റ്റ്. സോ നിങ്ങൾക്ക് വേണ്ട ഡിപെൻഡൻസി കാര്യങ്ങളെല്ലാം അതിൽ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ട് അത് റൺ ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് ഓരോ തവണയും പോയി റാൻഡം ആയിട്ട് ഇമ്പോർട്ട്, ഇപ്പോൾ ഇത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് റാൻഡം കാണിച്ചു, ഇത് ആൾറെഡി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ജസ്റ്റ് റിക്വയർമെന്റ് ടെക്സ്റ്റ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ IPA കെർണൽ ഇൻസ്റ്റാൾ ആയി. സോ നമുക്ക് ജൂപ്പിറ്റർ നോട്ട്ബുക്കിലേക്ക് പോയി ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. മീൻസ് സെല്ല് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സെല്ല് പൈത്തൺ എൻവയോൺമെന്റ് കാണിക്കുന്നുണ്ട്. സോ അപ്പൊ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത എൻവയോൺമെന്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഇത് ബേസ് ആണ്, അനോക്കോണ്ടയുടെ ബേസ് വേർഷൻ ആണ്. കറന്റ് 3.13 ആണ് കിടക്കുന്നത്. പുതിയ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. സോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വിർച്വൽ എൻവയോൺമെന്റ് ഇവിടെ കാണിക്കും. ജസ്റ്റ് അത് ചൂസ് ചെയ്ത് കഴിയുമ്പോൾ ടോപ്പ് ഓക്കെ, ജസ്റ്റ് ക്യാൻസൽ കൊടുത്തു വിടുക. ജസ്റ്റ് ഇത് നമ്മുടെ ടോപ്പ് ചെയ്യുന്ന നമ്മുടെ VS കോഡിൽ ടോപ്പ് റൈറ്റ് സൈഡിൽ കാണിക്കും നമ്മൾ ഏതാണ് എൻവയോൺമെന്റ്. ഇവിടെ നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അത് മാറ്റി സ്വിച്ച് ചെയ്ത് നോക്കുക. വേണമെങ്കിൽ സെലക്ട് ആയത് കൊടുത്താൽ എക്സിറ്റിംഗ് ജൂപ്പിറ്റർ ഉണ്ടെങ്കിൽ അതും കൊടുക്കാൻ പറ്റും. ജസ്റ്റ് സപ്പോസ് ആൾറെഡി സ്വിച്ച് ആവുന്നുണ്ടെന്ന് തോന്നുന്നു, മാറ്റണ്ടായിരുന്നു. ഓക്കെ, എനിവേ വരട്ടെ. ഓക്കെ, നമുക്ക് ആൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ഉള്ളതുണ്ട്. സോ അത് തന്നെ ചൂസ് ചെയ്യുക. വിർച്വൽ എൻവയോൺമെന്റ് ചൂസ് ചെയ്യുക. ആ സെല്ല് റൺ ചെയ്യുക. റൺ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. ഓക്കെ, ഔട്ട് വരാൻ ഡിലേ ഉണ്ട്. അറിയണോ എന്താണ് പ്രശ്നം എന്ന് അറിയില്ല. ലെറ്റ്സ് സീ. ഓക്കെ, അത് നമ്മൾ റൺ ചെയ്യുന്ന ടൈമിൽ സ്വിച്ച് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു. ജസ്റ്റ് പുതുതായിട്ടൊരു കോഡിംഗ് സെല്ല് ക്രിയേറ്റ് ചെയ്യുക. ജസ്റ്റ് പ്രിന്റ് 1+1 ജസ്റ്റ് റാൻഡമായിട്ട് കൊടുത്തു നോക്കുന്നു. ജസ്റ്റ് നമ്മൾ വെരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. റൺ ചെയ്യുന്നു, നമുക്കിവിടെ ഔട്ട് കിട്ടുന്നു. സോ ഇതാണ് നമ്മൾ ബേസിക്കലി ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിൽ ഇതായിരിക്കും ഫോളോ ചെയ്യാൻ പോകുന്നത്. ജൂപ്പിറ്റർ നോട്ട്ബുക്കിലായിരിക്കും കൂടുതലും പ്രൊസീഡ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. സോ റിക്വയർമെന്റ് ഒരു ടെക്സ്റ്റ് എന്തിനാന്ന് വെച്ചാൽ ബേസിക്കലി നമ്മുടെ വേണ്ടുന്ന ഫയൽസ്, ലൈക്ക് ഇപ്പൊ നമ്മൾ ജസ്റ്റ് പോയിട്ട് സൈക്കിറ്റ്, നമുക്കിപ്പോൾ സൈക്കിറ്റ് യൂസ് ചെയ്യണം. സൈക്കിറ്റ് വേണമെങ്കിൽ സൈക്കിറ്റ് വേണമെങ്കിൽ ജസ്റ്റ് ഇവിടെ പോയി സൈക്കിറ്റ് എടുക്കുക. അതിന്റെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് പോവാം. അവിടെ ആൾറെഡി കാണും. നമുക്ക് വേണമെങ്കിൽ മാനുവലി റൺ ചെയ്യണമെങ്കിൽ റൺ ചെയ്യാം. ഒരു സെല്ല് വേണ്ടുന്ന എല്ലാ ലൈബ്രറീസും ഇമ്പോർട്ട് അല്ലെങ്കിൽ പിപ്പ് ഇൻസ്റ്റാൾ കൊടുത്ത് വെക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷൻ എന്താന്ന് വെച്ചാൽ സൈക്കിൾഡ് ഇതായിരിക്കും യൂസ് ചെയ്യുക. ഇത് അങ്ങനെ കോപ്പി ചെയ്യുക. അതല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. പിപ്പ് ഇൻസ്റ്റാൾ സൈക്കിൾഡ് സെർച്ച് ചെയ്താൽ മതിയാവും. py ഇതിൽ കിട്ടും. ഓക്കെ, ഈ സൈഡിൽ ഈ പൈത്തന്റെ വെബ്സൈറ്റ് ഓർത്ത് വെച്ചേക്കുക. ഇതിൽ കിട്ടും. ഇത് ജസ്റ്റ് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് നമ്മുടെ VS കോഡിലേക്ക് പോവുക. റിക്വയർമെന്റ് ടെക്സ്റ്റിൽ ഫസ്റ്റിൽ പേസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ പാണ്ടാസ് വേണമെങ്കിൽ പാണ്ടാസ്. നിങ്ങൾക്ക് വേണ്ട ലൈബ്രറീസ് എല്ലാം ഈ റിക്വയർമെന്റ് ഡോട്ട് ടെക്സ്റ്റിൽ തന്നെ മെൻഷൻ ചെയ്യാൻ നോക്കുക. അതായിരിക്കും കുറച്ചുകൂടെ പ്രൊഫഷണൽ വേ ഓഫ് ഡീലിംഗ്. സോ അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ ഈ IPONV ഫയലിൽ തന്നെ ഇവിടെ ഒരു കോഡ് സെല്ല് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാം. അത് പ്രശ്നമില്ല. ബട്ട് ബെറ്റർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇതിൽ മെൻഷൻ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിപ്പ് ഇൻസ്റ്റാൾ ഇതായിരിക്കും കമാൻഡ്. പിപ്പ് ഇൻസ്റ്റാൾ -r സ്പേസ് റിക്വയർമെന്റ് ഡോട്ട് ടെക്സ്റ്റ്. നമ്മൾ ആ ഫയൽ നെയിം ഏതാണോ അത് റിക്വയർമെന്റ് ഡോട്ട് ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതിൽ നമ്മൾ എന്തൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടോ, മീൻസ് ഈ രണ്ട് ലൈബ്രറി നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. സോ അതാണ് ബേസിക്കലി ചെയ്യാൻ പോകുന്നത്. സോ ഇതിപ്പോൾ ഞാൻ തൽക്കാലം ഇൻസ്റ്റാൾ കൊടുക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. സോ ഇതാണ് ബേസിക് കോൺഫിഗറേഷൻ നമ്മളിപ്പോൾ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. സോ ഫർദർ
ബാക്കി പ്രോഗ്രാംസും കാര്യങ്ങളും പ്രൊജക്ട്സും ഈ നോട്ട്ബുക്കിലായിരിക്കും പ്രൊസീഡ് ചെയ്യുന്നത്. സോ അതാണ് അതിനൊരു ഡെഡിക്കേറ്റഡ് ഒരു വീഡിയോ ചെയ്തത്. സോ ഹോപ്പ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്. ബാക്കി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.